ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരുങ്ങി കെട്ടി പൊട്ടിയൊക്കെ അടിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനിയായ ഒരാളാണ് സോണി ദീദി. ദീദി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ദീദിയുടെ കല്യാണത്തിന് വേണ്ടി പോവാണ്. ഡൽഹിയിൽ വന്നിട്ട് ഞാനിത് സെക്കൻഡ് ടൈമാണ് ഒരു നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഭൂരിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലപോലെ അടിച്ച് പൊളിച്ചു എൻജോയ് ചെയ്തു. അവിടെ ചെന്ന് ദീദിയെ കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു. എന്നിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയത്. ഈ നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നോൺ വെജ് ഒന്നും കിട്ടത്തില്ല, എല്ലാം വെജ് ആയിരിക്കും. ആ ഒരു സങ്കടം ഉണ്ടെങ്കിലും ഞങ്ങൾ ഉള്ളത് വെച്ച് നല്ല പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വെറൈറ്റീസ് ഓഫ് വെജിൻ്റെ ഒരുപാട് ഡിഷസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എല്ലാത്തിനും കുറച്ചെടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്ത് പോയൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്ത് നല്ല ടൈം എടുത്ത് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡെസേർട്ടും ഐസ്ക്രീമും അങ്ങനെ കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഗുലാബ് ജാമുനോ എന്തോ ഒരു റസ്മലായിയോ റോസ് വാട്ട് അങ്ങനെ എന്തോ ഒരു സാധനം, ഒരു ഫ്ലേവറുള്ള സാധനവും പിന്നെ എന്തോ ഹൽവയോ അങ്ങനെ ഒരുപാട് വെറൈറ്റീസോ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തച്ചിനിരുന്ന് കഴിക്കുവാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഗ്രേസ് ദീദി, ഇത് ഞങ്ങളുടെ പൂജ ദീദി, പിന്നെ ഇത് റജാക്ക്, പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ദിവ്യ, അഴ്സു, മെഹനാസ്, അങ്ങനെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. ഏതാണ്ട് ഇതാണ് പ്രിയ ദീദി. ദീദി ഇവിടുന്ന് പോയതാണ്. അപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന പോയ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷന്. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോഴും അവരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തപ്പോഴും നല്ല അടിപൊളി വൈബായിരുന്നു. ഞങ്ങൾ നല്ലപോലെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തൊരു ഫംഗ്ഷനാണ്. പിന്നെ ഇവിടത്തേക്ക് കല്യാണം എന്ന് വെച്ചാൽ രാത്രിയായിരിക്കും ഈ ഒരു കല്യാണമൊക്കെ നടക്കുന്നത്. ചെറുക്കൻ്റെ എൻട്രിയൊക്കെ വരാൻ വേണ്ടി തന്നെ ഒരു 11-12 മണിയൊക്കെ ആവും. നല്ല അവരുടെ ഫാമിലീസും അതുപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാവരും നല്ല ഡാൻസും പാട്ടുമൊക്കെയാണ്. പിന്നെ ഈ നോട്ടുമാലയൊക്കെ ഇട്ട് നല്ല കിടിലൻ എൻട്രിയാണ് അവർക്ക് കൊടുക്കുന്നത്. ഇതാണ് സോണി ദീദി. സോണി ദീദി അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. പുള്ളിക്കാരി കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ ഒരു ലവ് മാരേജാണ്, അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ രാത്രി ഒരു 1 മണിയൊക്കെ ആവറായപ്പോഴാണ് ഇവരുടെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടുന്ന പരിപാടിയൊക്കെ നടക്കുന്നത്. അങ്ങനെ മാലയൊക്കെ ഇട്ടു, കല്യാണമൊക്കെ കഴിഞ്ഞു. ഇവരുടെ കുറേ റിച്വൽസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഒരു മണി 1:30 ആയി ഈ ഒരു കല്യാണമൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കഴിയും വരെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ദീദിയും ഹാപ്പി, ചേട്ടനും ഹാപ്പി. ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങളും നല്ല ഹാപ്പി ആയിരുന്നു. ഒരു ലവ് മാരേജിൻ്റെ നല്ല ത്രില്ലുണ്ടായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്.